ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ശ്രീ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അമ്മമാരെ സംബന്ധിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കുമെന്നതിനെക്കുറിച്ച് എന്നും ഒരു ടെൻഷനാണല്ലേ. എന്നും ഒരേപോലത്തെ ഐറ്റംസ് ഉണ്ടാക്കിയാൽ ചിലപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കപ്പ് റവയുണ്ടെങ്കിൽ നമുക്ക് വെറും 10 മിനിറ്റ് മാത്രം റെസ്റ്റിംഗ് ടൈം കൊടുത്തിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ് ചെയ്തെടുക്കുന്നത്. ഈ ദോശ ചൂടോട് കൂടിയിട്ട് കറി ഇല്ലേലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കറി കൂട്ടി കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ദോശയുടെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചട്നിയുടെ റെസിപ്പി കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ദോശ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ ഒരു കപ്പ് റവ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റവ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇപ്പം ഞാനിത് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ റവയൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആദ്യം ഒന്ന് അടിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ഈ പൊടിച്ചെടുത്ത റവയുടെ കൂട്ടിലേക്ക് 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെടുക്കുന്ന തൈര് തീരെ പുളിയില്ലെങ്കിൽ അപ്പോൾ 1 കപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ തൈരിൻ്റെ പുളി നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ റവ എടുത്ത അതേ കപ്പിൽ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഈ റവ ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ആദ്യം തന്നെ മുഴുവൻ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ ഈ ബാറ്റർ ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിൽ നിന്നും 1.5 ടേബിൾ സ്പൂൺ വെള്ളം മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവൻ വെള്ളവും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാറ്റി വെച്ച 1.5 ടേബിൾ സ്പൂൺ വെള്ളവും നമുക്കിതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനുള്ളത് തന്നെയാണ്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഈ റവയുടെ കൂട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച 1.5 ടേബിൾ സ്പൂൺ വെള്ളമില്ലേ, അത് ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതും ഈ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് റവ എടുത്ത കപ്പിൽ 1 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് 1 കപ്പ് റവക്ക് 1 കപ്പ് വെള്ളവും 1/2 കപ്പ് തൈരും, അതാണ് കേട്ടോ കണക്ക്. നമുക്കിതൊരു ദോശ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്കും ഈ റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വരും. ഈ റവ നന്നായിട്ട് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിവിടെ അടച്ച് വെക്കുന്നത്. 10 മിനിറ്റിന് ശേഷം ഇത് തുറന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഈ ദോശ ഇൻസ്റ്റൻ്റ് ആയിട്ടല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത്, അതുകൊണ്ടാണ് ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തത്. ഇനി നിങ്ങൾക്കിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്കിതിലേക്ക് ഇനോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. അതിനായിട്ട് ഞാനൊരു ദോശാപ്പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ദോശ ചുട്ടെടുക്കുമ്പോൾ പാനിൻ്റെ ചൂട് എല്ലാ ഭാഗത്തും ഒരേപോലെ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ പാനിലേക്ക് കുറച്ച് വെള്ളം തളിച്ച് കൊടുത്തിട്ട് ഈ പാനിൻ്റെ ചൂട് ലെവലാക്കി എടുത്തത്. ഇനി ഫ്ലെയിം ലോ ടു മീഡിയത്തിലാക്കി വെച്ചിട്ട് 1 തവി മാവ് ഈ പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. നമ്മളെ പാന് നല്ല ചൂടായാലും മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ പരത്തിയെടുക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് പാനിൻ്റെ ചൂട് ലെവലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം തെളിച്ച് കൊടുത്ത് ചൂട് ലെവലാക്കി എടുക്കുന്നത്. മാവ് ഇതുപോലെ പരത്തി കൊടുത്തതിന് ശേഷം തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കൂലേ,
അതുപോലെ നിങ്ങൾക്കിതിലേക്കും അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ദോശ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്കിതിലേക്ക് നെയ്യും ബട്ടറൊന്നും ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കും വേണ്ട. ഞാനിവിടെ ദോശ നല്ല ക്രിസ്പി ആയിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഇപ്പോൾ ഈ ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. മടക്കിയെടുത്തതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടാൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കുക. നമ്മൾ ഓരോ തവണ ദോശ ചുട്ടെടുക്കുമ്പോഴും വെള്ളം തെളിച്ച് കൊടുത്തിട്ട് പാനിൻ്റെ ചൂട് ലെവലാക്കി എടുക്കണം കേട്ടോ. എന്നാലേ ദോശ നമുക്കിതുപോലെ പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ദോശ പാനിലേക്ക് വെള്ളം തെളിച്ച് കൊടുക്കുന്നത് കണ്ടിട്ട് 1-2 പേര് എനിക്ക് കമൻ്റ് ഇട്ടിരുന്നു, ചൂടുള്ള പാനിലേക്ക് വെള്ളം തെളിച്ച് കൊടുത്താൽ പാനിൻ്റെ കോട്ടിങ് ഇളകി പോരൂലേന്ന്. ഞാൻ ഈ പാനിൽ 2 വർഷമായിട്ടോ ഇതുപോലെ ദോശ ചുട്ടെടുക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ഈ പാനിന് അങ്ങനത്തെ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ ക്രിസ്പി ആയിട്ടുള്ള ദോശയല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് വേണ്ടതെങ്കിൽ അപ്പോൾ മാവ് പാനിൽ പരത്തി കൊടുത്തതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ച് കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ ദോശ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പം നമ്മളിവിടെ ദോശ മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഈ മാവ് കൊണ്ട് 8 ദോശയാണ് കേട്ടോ ചുട്ടെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്കൊരു ഈസി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷ് തയ്യാറാക്കി എടുത്താലോ? അതിനായിട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില, ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തത്, പിന്നെ എരിവിന് ആവശ്യമായ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്, പിന്നെ 4-5 കുഞ്ഞുള്ളി, പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അധികം പുളിയില്ലാത്ത 1 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും 1/2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് 1 വറ്റൽമുളക് കട്ട് ചെയ്തതും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചട്നിയും നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ദോശയുടെ കൂടെ എന്തൊക്കെയാണോ കഴിക്കാറ് അതൊക്കെ ഇതിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. ചട്നിയോ സാമ്പാറോ പൊട്ടാറ്റോ മസാലയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ കൂട്ടിയിട്ടും ഈ ദോശ കഴിക്കാം കേട്ടോ. ഇത് ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ ഒരു കറിയുടെയും ആവശ്യമില്ല. ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ റവ കൊണ്ട് ഇതുപോലെ ദോശ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്